അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാം, മഷ്റൂം ഇന്നലെ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പൊ ഇന്നലെ നമ്മള് പോയപ്പോഴത്തേക്ക് ഇതൊന്ന് വാങ്ങിക്കാന്ന് വെച്ച് വാങ്ങിച്ച് 2 പാക്കറ്റ് ഉണ്ട്. അപ്പൊ 200 ഗ്രാമിന്റെ 2 പാക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഒരു തനി നാടൻ ഒരു റോസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പലരും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി കൂൺ റെസിപ്പി. അപ്പം നമുക്ക് അതിൽ സംസാരിച്ച സമയങ്ങളെ നമുക്ക് നേരത്തെ പണിയാൻ തുടങ്ങാം അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ കൂണെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് ചേർക്കേണ്ട സാധനങ്ങളുമെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണില്ല, സ്പൂൺ നമ്മൾ മാറ്റി. ഒരു മീഡിയം ലെവലിലുള്ള സവോള, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 2 നമ്മുടെ ഉണക്കമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി. അത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ നീളത്തിയാണ്. ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചീനിച്ചട്ടിയാണ് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ ഇതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് വറുത്ത് നമ്മുടെ സാധാരണ നമ്മുടെ റോസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ കടുക്. നല്ല അടിപൊളി കടുകാണ്. അതെ, കടുകിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ സാധനങ്ങൾ നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 2ആയിട്ട് കീറിയതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി എന്തായാലും അതിട്ട് ഇനി അതിലൂടെ തന്നെ കറിവേപ്പില ഇട്ട് അപ്പൊ ഇനി അതിന് ശേഷം നമ്മള് ഇപ്പൊ കറിവേപ്പില എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമ്മള് തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വേണം, അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിന്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങ. പിന്നെ നമുക്കൊന്ന് നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ആ വെളിച്ചെണ്ണക്കകത്ത് ആ തേങ്ങ കിടക്കുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, നമ്മള് തീ ഇത്തിരി സിമ്മിൽ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ഇതിന് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് നീളത്തില്, അങ്ങനെ തീരെ ചെറുതുമല്ല വലുതുമല്ല, ആ ഒരു രീതിയിലാണ് നമ്മള് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായതുകൊണ്ട് തേങ്ങ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഈ നമ്മുടെ വെളിച്ചെണ്ണക്കകത്തെ തേങ്ങ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കിന് അതിന്റെ ഒരു മണം നല്ല സൂപ്പറാണ്. എന്റെ മോനെ അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ തേങ്ങ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സവള ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേ തീയുണ്ടല്ലോ, ശ്രദ്ധിച്ചോണം, ചെറിയ തീയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചു. ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള വഴറ്റാനായിട്ട് എളുപ്പം മാറുന്നുണ്ട്. സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇട്ട ഉടനെ തന്നെ പെട്ടെന്നൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആ താഴെ വീഴുന്ന അല്ല അടിയിലോട്ട് വരുന്ന നമ്മുടെ ഉള്ളിയില്ലേ, അത് ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു. അപ്പം ഒരു നുള്ളി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. നമുക്ക് മറ്റേ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും നമുക്ക് അതിനകത്ത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി ചിലപ്പം കൂടുതലോ കുറവോ ഒക്കെ ആകാം. ക്വാണ്ടിറ്റിയുടെ തന്നെയല്ല, ചില ഉള്ളിക്കുണ്ടല്ലോ ഒത്തിരി ഏരിയ ഉള്ള ഉള്ളി കാണും, മധുരമുള്ള ഉള്ളി കാണും. ഓരോ ഉള്ളി സീസണിൽ വരുന്ന ഉള്ളിക്കും ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന പൊടികൾക്ക് എല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പം
നമുക്ക് ഉപ്പിന് നമുക്ക് അളവ് പറയാൻ പറ്റില്ല. ഇപ്പോൾ മുളക് പൊടിക്കോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിക്കോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ അവിടെ ഉള്ളിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയ്ക്ക് മുന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ നമ്മൾ ടൊമാറ്റോ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള ടൊമാറ്റോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാ സംഭവവും നല്ല അടിപൊളിയായിട്ട് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമ്മൾ ഒരു എത്ര സ്പൂൺ? മല്ലിപ്പൊടി നമ്മൾ അരയല്ല, നമ്മൾ 3/4 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി ഇടുന്നത്. നമ്മൾക്ക് എരിവിന് വേണമെങ്കിൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഉപയോഗിക്കാവേ. ഇനിയിപ്പോൾ നമ്മൾ അത്രയും കൂടെ എടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇടുന്നതുകൊണ്ട് നമ്മൾ അതിടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഗരം മസാല, അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, അപ്പം അതും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിന്റെ എല്ലാം ഒരു ആ പച്ചമണം ഒന്ന് മാറണം. അത് കഴിയുമ്പോഴത്തേക്കാണ് ചെറിയ തീയിൽ വേണം ഈ പൊടികളൊക്കെ ഇടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ ആവശ്യത്തിന് നമുക്ക് അതിനകത്ത് നമ്മുടെ എണ്ണയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളി, നല്ല കളറുമായി. ഇപ്പം നമ്മളെ ഈ സ്റ്റേജിൽ തന്നെ നമ്മുടെ കൂണിട്ട് കൊടുക്കാം. കൂണ് നമ്മളൊരു മീഡിയം വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഇത് വേകാനായിട്ട് ഇച്ചിരി നേരം എടുക്കും. നമ്മളിത് തൊട്ടൊക്കെ നോക്കുമ്പോഴല്ലോ വളരെ സോഫ്റ്റ് ആണല്ലോ എന്നൊരു ചിന്ത വരും. പക്ഷെ ഇത് വെന്ത് വരാനായിട്ട് ഇച്ചിരി നേരം എടുക്കും, സകല സമയം എടുക്കും. അത് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം. അതേ നടക്കത്തുള്ളൂ. നമ്മുടെ ചീനച്ചട്ടി നിറഞ്ഞു. ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ്, അത് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് താഴും. ചീനച്ചട്ടി ചെറിയ അപ്പൊ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടത് തികയത്തില്ല ഇതിന്, കാരണം നമ്മൾ ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കൂണ് മുഴുവൻ ഇട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. നമ്മുടെ സ്പൂണിനെ കുറച്ച് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അതിനകത്തിട്ട് വീണോളും. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കാര്യം ഇത് വേകാനായിട്ട് ഒരു സ്വല്പ സമയം എടുക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം വെന്തോ അറിയാൻ വേണ്ടിട്ട്. അപ്പം തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഏറ്റവും കുറച്ചേ തീ വെക്കാവുള്ളൂ. എന്നിട്ട് ഇനി നമുക്കിന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു നുള്ളു വെള്ളം പോലും ഒഴിക്കാൻ കണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കൂണിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കൂണ് വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഇത് ഈ വെള്ളം ഇനി അങ്ങ് വറ്റിച്ചെടുക്കാവേ. തീ അങ്ങ് കൂട്ടി വെച്ച് ഇനി തുറന്നു വെച്ചങ്ങ് വറ്റിച്ച് എടുക്കാം. കൂണ് വെന്തിട്ടുണ്ട്. എല്ലാം പാകം. നമുക്ക് ഇതിന്റെ ഈ വെള്ളം ഗ്രേവി തിക്കാണ്. ഇതിപ്പോ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ട ഇതുപോലെ ഗ്രേവി ആയിട്ട് എടുക്കണം. പക്ഷെ നമുക്ക് അത്രയും വേണം. നമ്മളിത് റോസ്റ്റ് ചെയ്താൽ എടുക്കാം. അപ്പൊ നമ്മള് ഇത് തുറന്ന് വെച്ചിട്ട് ഈ കൂണിന്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങും. ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം, അല്ലെങ്കിൽ പിന്നെ നമ്മള് അത് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും അവസാനം ഇനി തീ നിർത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നുള്ളു ഗരം മസാല. ഇത് നമ്മൾ ആദ്യം ഗരം മസാല ചേർത്തത് കൊണ്ട്
ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു ടേസ്റ്റിന് ഒരു മീൻ പൊടിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ എരിവിന് ആവശ്യം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി. ഇപ്പൊ നമ്മള് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടിപൊളി. ഇപ്പൊ ചപ്പാത്തിയോടോ ചോറിനോടോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇത് ഗ്രേവി ആയിട്ടല്ല, നല്ല തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിക്കെന്ന് പറഞ്ഞാൽ തിക്കായിട്ട്. തിക്ക് തന്നെ. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കൂൺ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോ അറിയാൻ പറ്റും എത്ര സംഭവമാണെന്ന്. എന്നെ കൊതിപ്പിക്കാനായിട്ടോ അത് നമ്മളങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എപ്പോഴും കൂണൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? എന്തോ അതൊന്നുമല്ല, ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് പക്ക അടിപൊളി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ്. ഇതൊന്ന് വെച്ച് നോക്കണം, അപ്പൊ മനസ്സിലാവാ ടേസ്റ്റ്. ഞാൻ പറയുന്നില്ല അടിപൊളി ടേസ്റ്റ്. അപ്പം ആ കുരുമുളകിന്റെ ഫ്ലേവറും പിന്നെ നമ്മള് മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുരുമുളകിന്റെ ഫ്ലേവർ നമ്മൾ അവസാനം ഒരു നുള്ളിട്ടില്ലേ, അത് കാരണം അതിങ്ങനെ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് നല്ല അടിപൊളി അടിപൊളി. പിന്നെ മറ്റേ തേങ്ങാക്കൊത്ത് നമ്മള് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ആഹാ അടിപൊളി. എന്താണേലും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, മറക്കരുത്. അഭിപ്രായം നാടൻ റെസിപ്പിയാണ്, കിടു റെസിപ്പിയാണ്, നമ്മുടെ കിടിലൻ റെസിപ്പിയാണ്. അപ്പൊ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ നല്ല അടിപൊളി സാധനമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനലൊക്കെ മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്തോണം. സബ്സ്ക്രൈബും പിന്നെ അതിന്റെ അടുത്തുള്ള അതെല്ലാം ചെയ്തോ, എല്ലാം ചെയ്ത് വെച്ചോണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൂണ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല കിടു സാധനം, കിടു സൂപ്പർ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കേട്ടോ. അപ്പം ധൈര്യമായിട്ട് ചെയ്തോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്നാ കാണുന്നത്, അടുത്ത ദിവസം നാളെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.